2011 CPM-ന് വെസ്റ്റ് ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസ് CPM പ്രവർത്തകരെ അടിച്ചു പദം വരുത്തുകയായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 56 CPM പ്രവർത്തകരെയാണ് 2011 മുതലുള്ള 9 മാസം കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ കൊന്നുതള്ളിയത്. CPM പ്രവർത്തകർ പേടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു. കേരളത്തിൽ പൊറോട്ട അടിക്കുന്ന ബംഗാൾ CPM ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ഉണ്ടായത് ആ സമയത്താണ്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലും TMC ഗുണ്ടകൾ വന്ന് ഇവന്മാരെയൊക്കെ അടിച്ച് ശരിപ്പെടുത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് 2016 നിയമസഭാ ഇലക്ഷൻ, 2018 പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ നടന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസ് വയലൻസ് ഇച്ചിരി കൂടി ശക്തമാക്കി. CPM-ന് വോട്ട് ചെയ്തു എന്ന് സംശയം തോന്നുന്ന സാധാരണ ജനങ്ങളെ പോലും ആക്രമിച്ചു. അവരുടെ വീടുകൾ തകർത്തു. നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാൻ വന്ന സകല CPM നേതാക്കളുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു. തൽഫലമായി 2018 തെരഞ്ഞെടുപ്പിൽ 34% സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസിന് എതിരാളികൾ പോലുമില്ലായിരുന്നു. സ്വാഭാവികമായും വെസ്റ്റ് ബംഗാളിൽ CPIM വേരോടെ പിഴുതെറിയപ്പെട്ടു. ചോരച്ചാലുകൾ നീന്തിക്കയറിയ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ പ്രസ്ഥാനം എന്നൊക്കെ കമ്മികൾ കവിത രചിക്കുമെങ്കിലും 2 അടി നേരെ നിന്ന് കിട്ടിയാൽ അവന്റെയൊക്കെ നോക്കി ഓടി രക്ഷപ്പെട്ട ചരിത്രമാണ് ബംഗാളിൽ കമ്മികൾക്കുള്ളത്. തുടർന്നാണ് BJP ബംഗാളിൽ വേരുറപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. BJP പ്രവർത്തകരെയും മമതയുടെ ഗുണ്ടകൾ വെറുതെ വിട്ടില്ല. CPM പ്രവർത്തകരോട് കാഴ്ചവെച്ച അക്രമത്തിന്റെ 10 മടങ്ങ് ശേഷിയിലാണ് തൃണമൂൽ കോൺഗ്രസ് BJP അടിച്ചൊതുക്കാൻ നോക്കിയത്. 2019 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് 15 BJP പ്രവർത്തകർ കൊല്ലപ്പെടുകയും 700 BJP പ്രവർത്തകർ മമതയുടെ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുകയും ചെയ്തു. 2020 BJP MLA ആയിരുന്ന ദേവേന്ദ്ര നാഥ് റേയെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കി. 2021 നിയമസഭാ ഇലക്ഷൻ സമയത്ത് 130 BJP പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. കാര്യമായ പരിക്കുകൾ പറ്റിയ പ്രവർത്തകർ 1000-ന് മുകളിലായിരുന്നു. 2021 നിയമസഭാ ഇലക്ഷൻ സമയത്ത് 60 BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇതൊന്നും കൂടാതെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ വ്യാപകമായി ബലാത്സംഗവും തകൃതിയായി നടപ്പിലാക്കിയിരുന്നു മമത. തൃണമൂൽ നേതാവായ ഷെയ്ഖ് ഷാജഹാനെതിരെ ഒഫീഷ്യലായി മാത്രം 18 റേപ്പ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. അവനെതിരെ CBI അന്വേഷണം ആരംഭിച്ച ശേഷം റേപ്പ് വിക്ടിംസിന് പരാതി നൽകാൻ ഒരു മെയിൽ ID സർക്കുലേറ്റ് ചെയ്യുകയും അതിൽ 50-ന് മേലെ ബലാത്സംഗ പരാതികൾ വരികയും ചെയ്തിരുന്നു. ഇത്രയും പറഞ്ഞതൊക്കെ വളരെ കുറച്ച് അക്രമങ്ങൾ മാത്രമാണ്. BJP പിന്തുണച്ചതുകൊണ്ട് മാത്രം ഗർഭിണിയായ ഭാര്യയെ ഉൾപ്പെടെ കൊല ചെയ്യുക, റേപ്പ് ചെയ്തു കൊന്ന മകൾക്ക് വേണ്ടി പരാതി നൽകിയത് കൊണ്ട് ആക്രമിക്കപ്പെടുക, അങ്ങനെ ലക്ഷക്കണക്കിന് അക്രമങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ 15 വർഷമായി ബംഗാളിൽ അഴിച്ചുവിട്ടിരുന്നത്. ഓരോ തവണ അടികൊണ്ട് താഴെ വീഴുമ്പോഴും വീണ്ടും എഴുന്നേറ്റ് നിന്ന് അടുത്ത റൗണ്ടിൽ ഫൈറ്റിന് റെഡി ആയിട്ടാണ് BJP ബംഗാളിൽ ജയിച്ചു കയറിയത്. തങ്ങളുടെ വേണ്ടപ്പെട്ടവർ കൊല്ലപ്പെട്ട് വീഴുമ്പോൾ ഒരിഞ്ച് പുറകോട്ട് പോകാതെ മമതയുടെ ഫാസിസ്റ്റ് പുര വെണ്ണീറാക്കുമെന്ന ഓരോ BJP പ്രവർത്തകന്റെയും ദൃഢനിശ്ചയത്തിന് ലഭിച്ച പ്രതിഫലമാണ് ഇന്നത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയം. ആയതിനാൽ തന്നെ BJP ഇലക്ഷൻ വിജയത്തിന് ശേഷം TMCയുടെ പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി ആരും ഇങ്ങോട്ട് പോരേണ്ട. പാർട്ടി ഓഫീസിന് മാത്രമേ ആക്രമിക്കപ്പെട്ടിട്ടുള്ളൂ. ആരുടെയും ജീവന് അപായമില്ല എന്നത് തന്നെ ജനങ്ങൾ തൃണമൂൽ ഗുണ്ടകൾക്ക് നൽകുന്ന ഔദാര്യം മാത്രമാണ്. മുന്നേ BJP പ്രവർത്തകർ ബംഗാളിൽ കൊല്ലപ്പെടുന്ന വാർത്ത അപൂർവമായെങ്കിലും മലയാളം മാപ്രകൾ നൽകുമ്പോൾ അതിന് സ്മൈൽ റിയാക്ഷൻ ഇട്ടിരുന്ന എല്ലാവരെയും ചേർത്താണ് പറഞ്ഞത്.